വെൽക്കം ടു മാജിക് ട്രീ. ഞാൻ ഇന്ന് രസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആവശ്യമായ സാധനങ്ങൾ: പരിപ്പ് വേവിച്ച വെള്ളം. ഞാനിവിടെ 1/4 കപ്പ് തുവരപ്പരിപ്പ് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. 2 തക്കാളിക്ക കഷ്ണങ്ങളാക്കിയത്. പുളിവെള്ളം, ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ വാളംപുളി വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ്. മുളകുപൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇവയെല്ലാം ഞാൻ 1/4 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന്, 2 വറ്റൽമുളക്, മല്ലിയില പൊടിയായി അരിഞ്ഞത്, കടുക്, കറിവേപ്പില. നമുക്ക് രസം എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ചട്ടിയിലേക്ക് പരിപ്പ് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ കൂടെ തന്നെ പൊടികൾ ഓരോന്നും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കായപ്പൊടി 1/4 ടീസ്പൂൺ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ തക്കാളിക്ക കഷ്ണങ്ങളാക്കിയതും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിക്ക് ഒന്ന് വെന്ത് വരണം. നമ്മുടെ തക്കാളിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. കടുക് താളിക്കുന്നതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളക്, കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് രസത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രസം തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.